ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടും മുഖത്ത് ഭയമില്ലാത്തത് കണ്ട് പോലീസുകാരന് സംശയം തോന്നി. അപ്പോഴാണ് ഒരു ഡിറ്റക്റ്റീവിന് എന്തോ പന്തികേട് തോന്നിയതും ഹെൻറിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ വ്യാജ മുഖംമൂടികളെക്കുറിച്ചോർത്ത് വധശിക്ഷ നിർത്താൻ ആവശ്യപ്പെട്ടതും. യഥാർത്ഥത്തിൽ തലേന്ന് കോടതിയിൽ വെച്ച് ഹെൻറി കണ്ണുകൾ ചിമ്മി മേരിക്ക് രഹസ്യ സന്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. മേരി അത് കുറിച്ചെടുക്കുകയും ചെയ്തു. ജഡ്ജി വധശിക്ഷ വിധിച്ചപ്പോൾ ജനങ്ങൾ ആർത്തുവിളിച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള പ്ലാൻ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നതിനാൽ മേരിയും പുഞ്ചിരിക്കുകയായിരുന്നു. തുടർന്ന് മേരി ഹെൻറി പറഞ്ഞ സ്ഥലത്തെത്തി ഒരു ഇളകിയ ഇഷ്ടികയിൽ അമർത്തി രഹസ്യ മതിൽ തുറന്നു. അവിടെയുണ്ടായിരുന്ന ഹെൻറിയുടെ സ്പോർട്സ് കാർ എടുത്ത് അവൾ മലയോര പാതകളിലൂടെ സഞ്ചരിച്ച് ഒരു രഹസ്യ താവളത്തിൽ എത്തിച്ചേർന്നു. പാസ്വേഡ് അടിച്ച് രഹസ്യ സേഫ് തുറന്ന മേരി അതിലുണ്ടായിരുന്ന പണവും വിചിത്രമായ മരുന്നും എടുത്തു. അവൾ നേരെ ചെന്നത് തന്നെ ആകർഷിച്ച ഒരു മന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഹെൻറിയുടെ വധശിക്ഷയെക്കുറിച്ചുള്ള പത്രവാർത്ത പറഞ്ഞ് അവനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ട മേരിയോടൊപ്പം വരാമെന്ന നിബന്ധനയോടെ മന്ത്രി സമ്മതിച്ചു. അന്ന് രാത്രി അവർ ജയിലിലെത്തി. മന്ത്രിയുടെ സ്വാധീനത്തിൽ റെക്കോർഡ് റൂമിൽ വെച്ച് ഹെൻറിയെ കണ്ടു. എന്നാൽ വാതിലടഞ്ഞ ഉടൻ മേരി മന്ത്രിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി. തുടർന്ന് ഹെയർപിൻ ഉപയോഗിച്ച് ഹെൻറിയുടെ വിലങ്ങഴിച്ച അവർ വ്യാജ മുഖംമൂടികൾ ധരിച്ച് മുഖം മാറ്റി ജയിലിന് പുറത്തു കടന്നു. നേരെ മന്ത്രിയുടെ ഓഫീസിലെത്തിയ ഹെൻറി അവിടെയുള്ള പണം കൈക്കലാക്കി. ആ സമയം ഡിറ്റക്റ്റീവ് മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് ഹെൻറി മന്ത്രിയുടെ വേഷത്തിലുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയെങ്കിലും സെക്രട്ടറി അത് തമാശയാണെന്ന് കരുതി ഫോൺ കട്ട് ചെയ്തു. ഇതുകേട്ട ഹെൻറി ഉടൻ തന്നെ ഓഫീസ് വിട്ടിറങ്ങുകയും തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ ശാന്തമായി മറികടന്ന് പണവുമായി ഒന്നിന്റെയും അടയാളം ബാക്കി വയ്ക്കാതെ അപ്രത്യക്ഷനാവുകയും ചെയ്തു.